ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചെങ്ങായി വ്ളോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഗണിതത്തിലെ 2ാമത്തെ യൂണിറ്റായ സംഖ്യകൾ കൂട്ടുകാർ എന്ന പാഠഭാഗത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് 2 വീഡിയോസ് ആ പാഠഭാഗത്ത് നിന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയ്ക്ക് ലൈക്ക് നൽകാനും ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നിങ്ങൾക്ക് ആവശ്യമായ 3ാം ക്ലാസ്സിലെ മറ്റു വീഡിയോസ് എല്ലാം സ്റ്റാൻഡേർഡ് 3 2024 എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ കിട്ടുന്നതാണ്. എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അക്കങ്ങളുടെ തുക 10 കിട്ടുന്ന എത്ര സംഖ്യകൾ? 100നും 200നും ഇടയിൽ 100നും 200നും ഇടയിൽ എത്ര സംഖ്യകൾ ഉണ്ടെന്ന് എങ്ങനെ നമുക്ക് എഴുതി നോക്കാം. അക്കങ്ങളുടെ തുക 10 കിട്ടുന്നത് 109, 118, 127, 136, 145, 154, 163, 172, 181, 190. 200നും 300നും ഇടയിൽ എത്ര സംഖ്യകൾ ഉണ്ടാകും? അത് നോക്കാം. 208, 217, 226, 235, 244, 253, 260, 262, 271, 280. ഇനി 300നും 400നും ഇടയിൽ തുക 10 വരുന്ന എത്ര സംഖ്യകളുണ്ട്? 307, 316, 325, 334, 343, 352, 361, 370. അപ്പോൾ 100നും 200നും ഇടയിൽ തുക 10 വരുന്ന 10 സംഖ്യകളുണ്ട്. 200നും 300നും ഇടയിൽ തുക 10 വരുന്ന 9 സംഖ്യകളുണ്ട്. 300നും 400നും ഇടയിൽ തുക 10 വരുന്ന 8 സംഖ്യകളുണ്ട്. ഓരോന്നായി കുറഞ്ഞാണ് വരുന്നത് അല്ലേ. 400നും 500നും ഇടയിൽ എത്ര സംഖ്യകൾ ഉണ്ടാവും? 7 സംഖ്യകൾ അല്ലേ. ഓരോന്നായിട്ട് കുറയണം. 500നും 600നും ഇടയിൽ 6 സംഖ്യകൾ ഉണ്ടാകും. 600നും 700നും ഇടയിൽ 5 സംഖ്യകൾ. 700നും 800നും ഇടയിൽ 4 സംഖ്യകൾ. 800നും 900നും ഇടയിൽ 3 സംഖ്യകൾ. 900നും 1000നും ഇടയിൽ 2 സംഖ്യകൾ. മനസ്സിലായല്ലോ. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? ആകെ എത്ര മൂന്നക്ക സംഖ്യകൾ? തുക 10 വരുന്ന മൂന്നക്ക സംഖ്യകൾ ആകെ ഇപ്പം എത്ര ഉണ്ട്? ഇവിടെ എഴുതി കൂട്ടി നോക്കാം. 10 കൂട്ടണം 9 കൂട്ടണം 8 കൂട്ടണം 7 കൂട്ടണം 6 കൂട്ടണം 5 കൂട്ടണം 4 കൂട്ടണം 3 കൂട്ടണം 2 സമം 54. 54. തുക 10 കിട്ടുന്ന മൂന്നക്ക സംഖ്യകൾ 54. ഇനി എൻ്റെ കൈവശം 100 രൂപ 10 രൂപ നോട്ടുകളും 1 രൂപ നാണയങ്ങളും ചേർന്ന് 456 രൂപയുണ്ട്. 100 രൂപകളും 10 രൂപകളും 1 രൂപ നാണയങ്ങളും ചേർന്ന് 456 രൂപയുണ്ട്. ഏറ്റവും കുറഞ്ഞത് എത്ര നോട്ടുകളും നാണയങ്ങളും ചേർന്നാൽ 456 രൂപയാകും? അപ്പോൾ 456 ആകാൻ 4 100 രൂപ, 5 10 രൂപ, 6 1 രൂപ. ശരിയല്ലേ? ഇങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞത്. ഇനി ഇവിടെ നോക്കാം. 6 100 രൂപ, 8 10 രൂപ, 5 1 രൂപ ചേർന്നാൽ എത്ര രൂപയാകും? 6 100 രൂപ 600, 8 10 രൂപ 80. അപ്പോൾ 600ഉം 80ഉം പിന്നെ 5 1 രൂപ. 600 കൂട്ടണം 80 കൂട്ടണം 5. അപ്പോൾ 685 രൂപ. 4 100 രൂപയും 9 1 രൂപയും ചേർന്നാലോ? 4 100 എന്ന് പറഞ്ഞാൽ 400, 9 1 രൂപ എന്ന് പറഞ്ഞാൽ 9. 400ഉം 9ഉം കൂട്ടുക. അപ്പോഴോ 409 രൂപ. ഇനി 300 രൂപേനെ എങ്ങനെയൊക്കെ എഴുതാം? 3 100 രൂപ അവിടെ തന്നിട്ടുണ്ട്. 3 100 രൂപ ചേർന്നാൽ 300 ആണ് അല്ലേ. 100ഉം 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 300. ഒരു 100 ആവണമെങ്കിൽ 250, 200 ആവണമെങ്കിൽ 450, 300 ആവണമെങ്കിൽ 650. അപ്പോൾ 650 രൂപ. ഇനി നമുക്ക് 10 രൂപ നോക്കാം. ഒരു 100 ആവണമെങ്കിൽ 10 10 രൂപ, 200 ആവണമെങ്കിൽ 20 10 രൂപ, 300 ആവണമെങ്കിൽ 30 10 രൂപ. 30 10 രൂപ. അടുത്തത് 15 20 രൂപ, 60 5 രൂപ, 300 1 രൂപ. 1 രൂപ ആണെങ്കിലോ 300 എണ്ണം വേണം. അടുത്തത് കോർണർ PTA. അച്ഛാ, വരുമ്പോൾ പഴം വാങ്ങണേ. നാളെ കോർണർ PTA നമ്മുടെ വീട്ടിലല്ലേ? അച്ഛൻ കോർണർ PTAയ്ക്ക് വേണ്ടി 6 കിലോഗ്രാം പഴം വാങ്ങി. എത്ര കിലോ?
6 കിലോ. 1 കിലോഗ്രാം പഴത്തിന് 50 രൂപയാണ് വില. 500 രൂപ കടയിൽ കൊടുത്തു. ബാക്കി എത്ര രൂപ കിട്ടിയത്? ബാക്കി 3 തരം നോട്ടുകളാണ് തിരിച്ചു കിട്ടിയത്. ഏതൊക്കെ നോട്ടുകളാണ് തിരിച്ചു കിട്ടിയത്? ഓരോന്നും എത്ര വീതമാണ്? അപ്പോൾ എന്തൊക്കെയാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? 6 കിലോ പഴം വാങ്ങി 1 കിലോയ്ക്ക് 50 രൂപ. അപ്പോൾ 6 കിലോ പഴത്തിന് എത്ര രൂപയാണ്? 6 ഗുണിക്കണം 50, അല്ലെങ്കിൽ 50 6 തവണ എഴുതി കൂട്ടി നോക്കണം അല്ലേ? അപ്പോൾ നമുക്ക് 300 രൂപ എന്ന് കിട്ടും. കൊടുത്തത് എത്ര രൂപയാണ്? ഒരു 500 രൂപയാണ് കടയിൽ കൊടുത്തത്. അപ്പോൾ 500-ൽ നിന്ന് 300 രൂപ എടുത്ത് ബാക്കി നമുക്ക് കിട്ടും. 500 കുറയ്ക്കണം 300. 500-ൽ നിന്ന് 300 എടുത്ത് ബാക്കി 200. 200 രൂപയാണ് തിരിച്ചു കിട്ടിയിട്ടുള്ളത്. അത് 3 തരം നോട്ടുകളായിട്ടാണ് കിട്ടിയത്. അപ്പോൾ 200-നെ 3 തരം നോട്ടുകളാക്കാം. ഒരു 100 രൂപ, ഒരു 50 രൂപ, 5 10 രൂപ. അപ്പോൾ 200 ആയില്ലേ? ഇനി മറ്റൊരു തരത്തിലാണെങ്കിലോ, തിരിച്ചു കിട്ടിയത് 4 തരം നോട്ടുകളാണെങ്കിലോ, ഒരു 100 രൂപ, ഒരു 50 രൂപ, ഒരു 20 രൂപ, 3 10 രൂപ. അങ്ങനെ ആയാലും 200 ആവും അല്ലേ? കൂട്ടി നോക്കണം. 100 കൂട്ടണം 50 കൂട്ടണം 20 കൂട്ടണം 30, 200. അടുത്തത് ഡ്രാഗൺ എന്നുള്ള സംഖ്യകൾ തുടർച്ചയായിട്ട് എഴുതലാണ്. മിൻഹയും കൂട്ടുകാരും പാർക്കിലെത്തി. ഇവിടെ ഒരു ഡ്രാഗൺ, നമുക്കിതിൽ കളിക്കാം. ഡ്രാഗണിൽ തുടർന്ന് വരുന്ന സംഖ്യകൾ എഴുതൂ. തുടർച്ചയായ സംഖ്യകൾ എഴുതുന്നതാണ് ഈ ഡ്രാഗണിൻ്റെ പ്രവർത്തനം. 898 അവിടെ തുടക്കം. 899. അടുത്ത കോളം ബ്ലാങ്ക് ആണ് അല്ലേ? അവിടെ 900. 900 900. പിന്നെ 901, 902, 902, 903, 904, 905, 906, 907, 908, 909, 910. 910. അതാണ് 910. 911 911, 912 912, 913, 914, 915, 916, 917, 918, 919. അടുത്തത് നോക്കൂ. വായിക്കൂ, സംഖ്യകൾ എഴുതൂ. 899. എങ്ങനെ എഴുതുക? 8 9 9. അടുത്തത് 900. 900 എങ്ങനെ എഴുതും? 9 0 0. 901 9 0 1 901. 990 9 9 0. 995 9 9 5. 998 9 9 8. അടുത്ത പ്രവർത്തനം സഹോദരൻ്റെ സമ്മാനം. മിൻഹയ്ക്ക് ചേട്ടൻ ഒരു സമ്മാനം കൊടുത്തു. കേരളത്തിലെ നദികൾ അടയാളപ്പെടുത്തിയ ചിത്രം. അവൾക്ക് സമ്മാനം വളരെ ഇഷ്ടപ്പെട്ടു. കേരളത്തിലെ ചില നദികളുടെ പേരും അവയുടെ നീളവും അവർ പട്ടികയിൽ എഴുതിയത് നോക്കൂ. എന്നിട്ട് ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. നദിയുടെ പേര്, നീളം, കിലോമീറ്ററിലാണ് നീളം പറഞ്ഞിട്ടുള്ളത്. മഞ്ചേശ്വരം പുഴ 16 കിലോമീറ്റർ, വളപട്ടണം പുഴ 110 കിലോമീറ്റർ, ചാലിയാർ പുഴ 169 കിലോമീറ്റർ, ഭാരതപ്പുഴ 209 കിലോമീറ്റർ, പെരിയാർ 244 കിലോമീറ്റർ, പമ്പയാർ 176 കിലോമീറ്റർ, അച്ചൻകോവിലാർ 128 കിലോമീറ്റർ, നെയ്യാർ 56 കിലോമീറ്റർ, കല്ലടയാർ 121. ആർ എന്ന് പറഞ്ഞാൽ 6 എന്ന് പറഞ്ഞാൽ പുഴയാണ് കേട്ടോ. പുഴ എന്നുള്ളതിന് പകരമാണ് ഇവിടെ 6 എന്ന് പറഞ്ഞത്. പമ്പയാർ, പെരിയാർ, കേട്ടില്ലേ? ഇനി എന്താണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇവിടെ? ഏറ്റവും നീളം കൂടിയ നദി. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? അത്രയും കിലോമീറ്ററാണ് ഏറ്റവും നീളം കൂടിയ നദിക്കുള്ളത്. അതായത് 244 ഇവിടെ വലിയ സംഖ്യ. പെരിയാറാണ് ഏറ്റവും നീളം കൂടിയ നദി. പെരിയാർ 244 കിലോമീറ്റർ. ഏറ്റവും നീളം കുറഞ്ഞ നദി, അത് ആദ്യത്തെ പുഴ മഞ്ചേശ്വരം പുഴ 16 കിലോമീറ്റർ. അടുത്തത് ചാലിയാറിനേക്കാൾ നീളം കൂടിയ എത്ര നദികളാണ് പട്ടികയിലുള്ളത്? നീളത്തിനനുസരിച്ച് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതൂ. ചാലിയാറിൻ്റെ നീളം എത്രയാണ്? 169 കിലോമീറ്ററാണ് ചാലിയാറിൻ്റെ നീളം. 169നേക്കാൾ വലിയ സംഖ്യയാണ് ഭാരതപ്പുഴയ്ക്ക് 209, പെരിയാർ 244, പമ്പയാർ 176.
3 നദികളാണ് അതിനേക്കാൾ കൂടുതലായിട്ടുള്ളത്. നമുക്കിതിനെ വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് എഴുതേണ്ടത്. ആദ്യം 244, 209, 176, 169. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.